ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. സദ്യക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സേമിയ പായസമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ടിപ്സ് ചേർത്താൽ നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പം പാൽപ്പായസമാണ് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാനായിട്ട്. ബാക്കിയുള്ള കറികളും എല്ലാം ഉണ്ടാക്കേണ്ട തിരക്കുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് പാൽപ്പായസം തന്നെയാണ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ കൂടുതൽ ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം എടുത്തേക്കുന്ന 1 ലിറ്റർ പാലാണ്. അപ്പോൾ ഞാൻ ആ പാലൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് തിളപ്പിക്കുകയാണ്. 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് തിളപ്പിക്കുകയാണ്. അല്ലാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് പായസം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെയും തിളപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പാൽ തിളപ്പിക്കുന്ന പാത്രത്തിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഒരു അടി കട്ടിയുള്ളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ തിളപ്പിച്ച പാൽ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നേരിട്ട് കുക്കറിൽ തിളപ്പിക്കാം കേട്ടോ. നമ്മളിപ്പോൾ നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുന്ന കുക്കറായതുകൊണ്ട് പാലെന്തെങ്കിലും മോശമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാധാരണ നമ്മൾ പാൽ തിളപ്പിക്കുന്ന പാത്രത്തിൽ തിളപ്പിച്ചിട്ട് വേറെ ആയിട്ട് കുക്കറിൽ ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് നല്ല സിമ്മിൽ ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് പായസത്തിന് ആവശ്യത്തിനുള്ള കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ച് വറുത്ത് കോരി എടുക്കാം. റൈസിൻസും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൈസിൻസ് ഇവിടെ ഇടുന്നില്ല, കാഷ്യൂസ് മാത്രമേ ഉള്ളൂ. അത് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ സെയിം നെയ്യിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സേമിയ നമുക്ക് ചെറിയ ചൂടിലിട്ടിട്ട് നെയ്യിൽ നല്ലപോലെ വറുത്തെടുക്കണം. ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുന്നവരേക്ക് ഇതൊന്ന് വറുക്കുക. അപ്പോൾ അത് സിമ്മിലിട്ടിട്ട് അധികം പെട്ടെന്ന് ചൂട് കൂട്ടി വറുത്താൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്താൽ അതെല്ലാം ഒരേപോലെ ഒരേ കളറിലായി കിട്ടും. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇത് വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും സേമിയ. അപ്പോൾ ആ സേമിയ ഒന്ന് വേകുന്നവരേക്കൊന്ന് കാത്തു നിന്നാലും മതി. വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് സേമിയ വെന്ത് കിട്ടും. ഇപ്പോൾ ആ സേമിയയും ചെറുതായിട്ട് ഇങ്ങനെ നല്ലപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സേമിയ വെന്ത് തുടങ്ങിയപ്പം കുറച്ചും കൂടെ ഒന്ന് വേകാനുണ്ട്. കുറച്ചും കൂടെ വെന്താലും ശരിക്കും അതിങ്ങനെ വഴന്ന് വരുന്ന പോലെ ആയി കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ തിളയ്ക്കാനായിട്ട് വെച്ചിരുന്ന പാല് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ കുക്കറിൽ തിളയ്ക്കാനായിട്ട് വെച്ചിരുന്ന പാല് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ശരിക്കും നല്ലപോലെ തിളച്ച് നല്ലപോലെ പാല് ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും വെന്ത പാലിലേക്ക് നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ചൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ, അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. ആ പാലിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ ഇനി ആ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. സേമിയയ്ക്ക് എന്തെങ്കിലും വേവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പാലിൽ കൂടെ കിടന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് അത് ശരിക്കും വെന്ത് നല്ലപോലെ കുറുകി കിട്ടും. അപ്പോൾ എന്തെങ്കിലും വേവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സമയത്ത് ഇത് ശരിക്കും ഇങ്ങനെ വെന്ത് ആയി കിട്ടുന്നവരേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സേമിയ ഇങ്ങനെ ഇതിൽ കിടന്നിട്ട് നമുക്ക് നല്ലപോലെ തിള വരുന്നവരേക്കൊന്ന് ഇളക്കി കൊടുക്കണം. ശരിക്കും പെട്ടെന്ന് തിളച്ച് വരും. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സേമിയ ശരിക്കും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി ഉള്ള വേവും കൂടെ അതിലേക്ക് ശരിയായി കിട്ടുള്ളൂ. ഈ സമയത്ത് ഞാനൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ കുറവ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് ശരിക്കും തിളയ്ക്കുമ്പം പഞ്ചസാര അതിലേക്ക് ശരിക്കും മെൽറ്റായി കിട്ടും. അപ്പോൾ അത് ശരിക്കും തിളയ്ക്കട്ടെ. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/4 സ്പൂൺ നെയ്യ് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് അളവിലുള്ള നെയ്യ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് ശരിക്കും തിളച്ച് ഒരു 5-10 മിനിറ്റോളം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചൂടിൽ സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് ആ തിള
കുറയരുത്. തിള അതുപോലെ തന്നെ എല്ലായിടും ശരിക്കും ഒരേപോലെ തിളച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ആ തിള കുറയാത്ത അളവിൽ ഫ്ലെയിം വെച്ചിട്ട് നമുക്കിതിങ്ങനെ ശരിക്കും തിളച്ചിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. പാലും സേമിയയും എല്ലാം ശരിക്കും ഒന്ന് യോജിപ്പിച്ച് ശരിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഏലക്കാപ്പൊടി, ഏലക്കയുടെ ഫ്ലേവർ കുറച്ചും കൂടെ കിട്ടാനായിട്ട് ഞാനത് കുറച്ചും കൂടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ല പാലിലെ ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരുമ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് കുറച്ചും കൂടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ശരിക്കും ഒന്ന് തിളയ്ക്കട്ടെ. ആ തിളയ്ക്കുന്ന സമയത്തേക്ക് ഞാനൊരു കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. 200 ഗ്രാമിൻ്റെ ടിന്നാണ്. അതിൽ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാമോളം അതിൽ കണ്ടൻസ്ഡ് മിൽക്ക് അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 സ്പൂണും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഇതിലേക്കുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നല്ല ടേസ്റ്റി ആയിട്ട് ആ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തപ്പം കുറച്ചും കൂടെ കളറൊന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് പായസത്തിന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂസ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ റെസിപ്പി. നല്ല എളുപ്പമാണ്. ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം പാല് നമ്മൾ നേരത്തെ ഒന്ന് തിളപ്പിച്ച് അതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് അതൊന്ന് ശരിക്കും ഒരു 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പായസത്തിന്. 20 മിനിറ്റോളം ചെറിയ ചൂടിൽ കുക്കർ അടച്ച് വെച്ചിട്ട് വിസിൽ വരാൻ പാടില്ല. വിസിൽ വരാതിരിക്കാനുള്ള അത്രയും ഫ്ലെയിമിൽ അത് വിസിലിട്ടിട്ട് വെയിറ്റിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും പായസത്തിന്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി കിട്ടും. അപ്പോൾ സേമിയ പായസം എന്ന് പറയുമ്പം ചൂടുള്ളപ്പം ഇത്രയും ലൂസായിട്ടിരിക്കണം. അപ്പോഴാണ് തണുക്കുമ്പോൾ ആ സേമിയയൊക്കെ ഒന്ന് കട്ടിയായി കഴിയുമ്പം കറക്റ്റായിട്ട് ഇരിക്കും അതിൻ്റെ അളവ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസമാണ് കേട്ടോ. പാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വീണ്ടും പറയുകയാണ്. ആ പാല് ശരിക്കും നമ്മളൊരു 20 മിനിറ്റോളം അതങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിട്ട് കിട്ടും. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം. അല്ല ചൂടേ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇതാണ് ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസമാണ്. ഏത് സദ്യക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസമാണിത്. അപ്പോൾ ഈ സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ കുറച്ചും കൂടെ വറുക്കാത്ത നട്ട്സും കൂടെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക് യു.